السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. اللهم لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين وأصلح لنا شأنه كله لا إله إلا أنت. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم وصدق وبلغ رسوله الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയരായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, പ്രൗഢമായ പരിപാടിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ അഭിമന്യരായ സയ്യിദ് അലി ഹാജി അവർകൾ, ഈ മഹത്തായ പരിപാടിയിൽ സ്വാഗത ഭാഷണം നടത്തിയ ദാറുൽ ഹുദയുടെ അഭിമന്യരായ ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ ഷാഫി ഹാജി അവർകൾ, ഈ മഹത്തായ പരിപാടിയിൽ ഭക്തിനിർഭരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ മുഷാവറ അംഗം ബഹുമാന്യരായ ഷെയ്ഖുന CK സയ്യിദാലിക്കുട്ടി ഉസ്താദ് അവർകൾ, അതേപോലെ നമ്മുടെ ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ദാറുൽ ഹുദയുടെ ബഹുമാന്യരായ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ സദസ്സിൽ ഉപവിഷ്ടരായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരികയും ശിഷ്ടകാലം തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിരിയോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മഹത്തായ പള്ളിയുടെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാന്യരായ ബാപ്പുട്ടി ഹാജി, അതുപോലെ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവർകൾ, അള്ളാഹു അവരുടെ പാരത്രിക ലോകത്ത് ഉന്നതമായ ദറജയും പദവിയും നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഈ രാത്രിയിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കും മദീനയിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും ഉയർന്നത് എന്ന് നമ്മൾക്കറിയാം. ഈ മഹത്തായ സംഭവത്തിൻ്റെ പിന്നിൽ അല്ലാഹു തആല ഇങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തതിൻ്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്.
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രതീക്ഷ നൽകാനും എന്ത് പ്രയാസങ്ങളുണ്ടായാലും ആ പ്രയാസത്തിൻ്റെ തൊട്ടുടനെ ഒരു സന്തോഷം നൽകി ഈ മുസ്ലിം ഉമ്മത്തിനെ അള്ളാഹു സന്തോഷിപ്പിക്കും എന്നുള്ള ഒരു ശുഭ സൂചനയാണ്, സന്തോഷ വാർത്തയാണ് ഈ മിഅ്റാജിൻ്റെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രാ മിഅ്റാജിലൂടെ നമ്മൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ആദരണീയരായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദഅവത്തിൻ്റെ പ്രബോധന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസമേറിയ കടമ്പകളും നമ്മൾ കടക്കേണ്ടി വരും. ആ സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും പ്രതീക്ഷയായി, നമ്മുടെ മുമ്പിൽ എപ്പോഴും സന്തോഷം നൽകുന്ന ഒരു പരിശുദ്ധ ഖുർആനിലെ വാഗ്ദാനമാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് എന്ന് ആമുഖമായി ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഒരുപാട് ആയത്തുകൾ, നമ്മൾ ഖുർആനിനെ വെറും പാരായണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രന്ഥം എന്നതിനപ്പുറം ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്ന ഒരു ഗ്രന്ഥമായി, ഒരു കിതാബായി നിങ്ങളിതിനെ കാണണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിൽ നിന്നും ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിച്ചാൽ ഒരുപാട് ആശയങ്ങൾ നമ്മൾക്ക് പഠിക്കാനും ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾക്ക് കണ്ടെത്താനും കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ നമ്മൾക്ക് ഇറക്കി തരുന്നത് ലിയദ്ദബ്ബറു ആയാതി, ഖുർആനിൻ്റെ ആയാത്തുകളെക്കുറിച്ച് ചിന്തിക്കാനാണ്. ലിയദ്ദബ്ബറു ആയാതി, അർത്ഥം ചിന്തിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഹർഫിന് അല്ലാഹു 10 ഹസനത്ത് എന്ന രീതിയിൽ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ 30 പ്രതിഫലം നൽകുമ്പോൾ ആ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾക്ക് അതിനേക്കാളും 10 മടങ്ങ് ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകാൻ പോകുന്നത്. അല്ലാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കണം. ഖുർആൻ വെറും പാരായണം ചെയ്യാൻ വേണ്ടി അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കിയ ഗ്രന്ഥമല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു ഹദീസുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്ന സഅബ അലൈന ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ വസഹുല അലൈനൽ അമലു ബി, ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഖുർആൻ മനപ്പാഠമാക്കാൻ അറബികളായ ഭാഷയുടെ സാഹിത്യത്തിൻ്റെയൊക്കെ പേരിൽ അറിയപ്പെട്ട അറബികൾക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ വലിയ പ്രയാസമായിരുന്നുവെന്നും എന്നാൽ ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ ഞങ്ങൾക്ക് തീരെ പ്രയാസം തോന്നിയിട്ടില്ല. എന്നാൽ ശേഷം ഒരു കാലഘട്ടം നമ്മളിലേക്ക് കടന്നു വരാനുണ്ട്. യസ്ഹുലു അലൈഹിം ഹിഫ്ളു അൽഫാദിൽ ഖുർആൻ. അവർക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ വളരെ ഈസിയാണ്, ഖുർആൻ ബൈഹാട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അമല് ചെയ്യാൻ അവർക്ക് വളരെ പ്രയാസമായിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കാൻ വർഷങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കാൻ ഏകദേശം നീണ്ട വർഷങ്ങൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുക്കുകയും സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയ ഉടനെ അതിൻ്റെ സന്തോഷം കൊണ്ട് ഒരാടറുത്ത് അതിൻ്റെ മാംസം സുഹൃത്തുക്കൾക്ക് വിതരണം ചെയ്തു എന്നൊക്കെ നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇന്ന് ആയിരക്കണക്കിന് ഹിഫ്ള് കോളേജുകളിൽ നിന്ന് 10,000-കണക്കിന് ഹാഫിളീങ്ങൾ ഓരോ വർഷവും അല്ലെങ്കിൽ വർഷം തോറും ആയിരക്കണക്കിന് ഹാഫിളീങ്ങൾ നമ്മൾ ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, ഹിഫ്ള് ജനങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. 7 മാസം കൊണ്ട് 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ ഹാഫിളീങ്ങൾ ഇറങ്ങും. പക്ഷേ മഹാന്മാരായ സ്വഹാബാക്കൾ 5 ആയത്തുകൾ പഠിച്ച് 6-ാമത്തെ ആയത്ത് ബൈഹാട്ട് ചെയ്യണമെങ്കിൽ
അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്തതിൻ്റെ ശേഷം മാത്രമായിരുന്നു 6-ാമത്തെ ആയത്തുകളിലേക്ക് അവർ നീങ്ങിയിരുന്നത്. ഒരായത്തിറങ്ങിയാൽ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കും. അതാണ് ഇവിടെ ഖുർആൻ പറയുന്നത്, ലിയദ്ദബ്ബറു ആയാതി, ഖുർആനിൻ്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയാൻ കാരണം. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആനിലെ അർത്ഥങ്ങൾ ട്രാൻസ്ലേഷൻ വായിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ മുഴുവൻ തഫ്സീറുകളും വായിച്ച് പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ആഴങ്ങളിലിറങ്ങി പഠിക്കുന്ന ആളുകളുണ്ട്. ഇവരെക്കാളും ഡെപ്തിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങുന്ന സൂഫികളുടെ ലോകത്തുള്ള ഒരു വിഭാഗം ആളുകളുണ്ട്. അങ്ങനെ വെള്ളത്തിൽ നീന്തുന്നത് പോലെ ഉലമാക്കൾ നദിയുടെ മുകളിലൂടെ നീന്തുമ്പോൾ അള്ളാഹുവിൻ്റെ ആത്മീയ ലോകത്തുള്ള ഔലിയാക്കൾ വെള്ളത്തിന് അടിയിലൂടെ നീന്തിപ്പോകുന്നത് പോലെ പ്രവാചകന്മാർ ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും ആഴങ്ങളിലുള്ള വിശാലമായ അർത്ഥം മനസ്സിലാക്കിയവരാണ്. അപ്പോ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. രാത്രിയുടെ ഒരൽപ്പസമയം കൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഫലസ്തീനിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്ക് ഏകദേശം മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഏകദേശം 3000-ഓളം കിലോമീറ്ററുകളുണ്ട്. ആ കിലോമീറ്ററുകൾ സെക്കൻഡുകൾ കൊണ്ട്, രാത്രിയുടെ ഒരൽപ്പസമയം കൊണ്ട് അല്ലാഹു തആല പരിശുദ്ധ ഹബീബിനെ കൊണ്ടുപോയി എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. പിന്നെ മിഅ്റാജ് എവിടെ നിന്നാണ് നമ്മൾക്ക് ലഭിക്കുന്നത്? ഹദീസുകളിലൂടെയാണ്. ഈ മിഅ്റാജുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ വിശ്വസിക്കാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മാത്രമേ ചെയ്തിട്ടുള്ളൂ, മിഅ്റാജ് ഫിസിക്കലായി ശാരീരികമായി പോയതല്ല, അത് സ്വപ്നത്തിലൂടെ കടന്നു ചെന്നതാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗം ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെയാണ് അല്ലാഹു തആലയ്ക്ക് സെക്കൻഡുകൾ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ആ റബ്ബിന് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങളിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുപോകാൻ പ്രയാസമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. യുക്തി വെച്ചല്ല നമ്മൾ പരിശുദ്ധ ദീനിനെ കാണേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പല വെല്ലുവിളികൾക്കും, നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല പരിഹാസങ്ങൾക്കുമുള്ള മറുപടി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നൊരു ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി നബി തങ്ങൾ പറയാണ്, എന്നെ അടിമയോട് എനിക്ക് സ്നേഹം തോന്നുന്നത് ആ അടിമ ഫറലുകൾ അള്ളാഹു നിർബന്ധമാക്കിയത് കൃത്യമായി ചെയ്യുമ്പോഴാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. അഥവാ ഞാൻ നിർബന്ധമാക്കിയത് ചെയ്യുമ്പോഴാണ് അടിമകളോട് എനിക്ക് സ്നേഹം തോന്നുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ. സുന്നത്തുകൾ വർദ്ധിക്കുമ്പോഴാണ്, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് ആളുകളോട് എനിക്ക് കൂടുതൽ അടുപ്പം തോന്നുന്നത്. ഏതുവരെ? ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങും. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി എൻ്റെ ചെവിയായി മാറും. അല്ലാഹു പറയാൻ, ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ പരിഹാസങ്ങൾക്കുള്ള മറുപടി ഈ ഒരു ഹദീസാണ്. മഹാന്മാരായ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ കളിയാക്കുന്ന ആളുകളുണ്ട്, പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തള്ളിവിടുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. വളരെ സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി എൻ്റെ ചെവിയായി മാറും. പിന്നെ പറയുന്നു, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് എൻ്റെ കണ്ണായി മാറും. വയദഹു അല്ലതീ യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈകൾ എൻ്റെ കൈയായി മാറും. അവൻ നടക്കുന്ന കാല് എൻ്റെ കാലായി മാറും. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ,
എന്റെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണായി മാറിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഖൽബ് വായിച്ചറിയാൻ എനിക്ക് കഴിയില്ലയോ? എന്റെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ എനിക്ക് സാധിക്കില്ലയോ? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ മുഹയ്യിദ്ദീമാനിലൊക്കെ നമ്മൾ കാണാറുണ്ട്, കോയോട് മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂഷാതെ കൂകി പാറപ്പിച്ച് വിട്ടോവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പുകഴ്ത്തിപ്പാടുന്ന വരികളാണ് മുഹയ്യിദ്ദീൻ മാലയിലുള്ളത്. ഒരു മനുഷ്യന്റെ കൽബ് വായിച്ചറിയാൻ എനിക്ക് കഴിയുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ, ഈ ഹദീസുമായി നമ്മൾ ഇതിനെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾക്കതിൽ അത്ഭുതമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും എനിക്ക് വായിച്ചറിയാമെന്നൊരു വലിയ പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് അത്ഭുതപ്പെടാൻ എന്താണുള്ളത്? എന്താണതിൽ അത്ഭുതപ്പെടാനുള്ളത്? കാരണം ഒരാളുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണായി മാറിയാൽ ഒരാളുടെ ഖൽബ് വായിച്ചറിയാൻ അയാൾക്ക് പ്രയാസമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഹദീസുകളുടെയോ ഗ്രന്ഥങ്ങളുടെയോ പ്രമാണങ്ങളുടെയോ ആവശ്യമില്ലാതെ ഈ ഹദീസ് കൊണ്ട് നമ്മൾക്ക് പല വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞുകൂടെ? ഞാൻ ചോദിക്കുന്നത്, ഈ അല്ലാഹു തആല ഈ പ്രത്യേകതകൾ പറയുന്നത് എല്ലാ സാധാരണക്കാർക്കും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് എന്നാണ്. പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ല ഇത്. പ്രവാചകന്മാരെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്, നബി തങ്ങൾ പറയുന്നത്. സ്വഹാബാക്കളെ കുറിച്ചല്ല നബി തങ്ങൾ പറയുന്നത്. സാധാരണക്കാരനായ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാര്, എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യന്മാര് കൃത്യമായി ഫർളുകൾ നിർവഹിക്കുകയും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്തിട്ട്, പ്രിയപ്പെട്ടവരെ, സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ ഒരു സുന്നത്ത് പോലും നമ്മൾ ഒഴിവാക്കാതെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വ്യാപകമായി കൊണ്ടു നടക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണായി മാറുമെന്നല്ലേ സ്വഹീഹുൽ ബുഖാരി നമ്മോട് പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾക്ക് എന്തിനാണ് ഇതിൽ പരിഹാസങ്ങളിൽ ആളുകൾ പരിഹസിക്കുമ്പോൾ നമ്മൾക്ക് സംശയം തോന്നാൻ എന്താണ് അവിടെയുള്ളത്? നമ്മൾക്കും സുന്നത്തുകൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ കണ്ണ് അള്ളാഹുവിന്റെ കണ്ണായി മാറൂലേ? പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ നമ്മുടെ കൈ അള്ളാഹുവിന്റെ കൈയായി മാറിയാൽ ഏതെങ്കിലും അസുഖബാധിതരായ ആളുകളെ നോക്കി നിനക്ക് അസുഖം വേണ്ട എന്ന് പറഞ്ഞ് തടവിയാൽ അയാളുടെ അസുഖത്തിന് ശിഫ ലഭിക്കൂലേ? പ്രിയപ്പെട്ടവരെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രോഗിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ചികിത്സിക്കാൻ, അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോകുന്നത്. ആ സമയത്ത് മഹാനായ ഉമർ തങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എനിക്കൊന്ന് മന്ത്രിച്ചൂതുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിഹത്തുൽ കിതാബ്, പരിശുദ്ധമായ ഫാത്തിഹ ഓതിക്കൊണ്ട് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. ആ മന്ത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ അസുഖത്തിന് പൂർണ്ണമായ ശമനം ലഭിക്കുന്നുണ്ട്. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു, വീണ്ടും ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് അതേ അസുഖം വീണ്ടും പിടിപ്പെടുന്ന സമയത്ത് അദ്ദേഹം കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, അന്ന് ഇതേ ഒരു അസുഖം എന്നെ പിടിപ്പെട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫാത്തിഹത്തുൽ കിതാബ് ഓതി, പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ ഓതി എന്നെ മന്ത്രിച്ചൂതിയിട്ടുണ്ട്. നിങ്ങളും അതേപോലെ എന്നെ ഒന്ന് മന്ത്രിച്ചൂതുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായ ഒരാൾ അദ്ദേഹത്തെ ഫാത്തിഹ ഓതി മന്ത്രിച്ചൂതുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് സുഖം ലഭിച്ചില്ല, ശമനം ലഭിച്ചില്ല. ആ സമയത്ത് അദ്ദേഹം പറയുന്ന മറുപടിയാണ്, ഫാത്തിഹത്തുൽ കിതാബ്, അല്ലാഹുവിന്റെ ഫാത്തിഹയ്ക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. വലാകിൻ ഐന യദു ഉമർ, ഉമറിന്റെ കൈകൾ എവിടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്തുള്ള ഫാത്തിഹ തന്നെയാണ്, ഉമർ തങ്ങൾ പാരായണം ചെയ്ത ഫാത്തിഹ തന്നെയാണ്. വലാകിൻ ഐന യദു ഉമർ, ഉമറിന്റെ കൈകൾ എവിടെ, ഉമറിന്റെ കൈകൾ എവിടെ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ കൈകൾ അല്ലാഹുവിന്റെ കൈയായി മാറിയാൽ, പ്രിയപ്പെട്ടവരെ, രോഗിയായ ഒരാളെ നമ്മൾ തടവുമ്പോഴേക്കും ആ രോഗിക്ക് ശിഫ കിട്ടുമെന്നതിൽ ആർക്കാണ് ഇവിടെ സംശയമുള്ളത്? ഇത് ആർക്കും സംഭവിക്കാം, ഏത് സാധാരണക്കാരനും സംഭവിക്കാനുള്ളതാണ്. പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്, ഫർളുകൾ സമയത്ത് നമ്മൾ നിർവഹിക്കുകയും തെറ്റുകളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും സുന്നത്തുകൾ ഒന്നുപോലും വിടാതെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ചാൽ അള്ളാഹു നമ്മുടെ കണ്ണായി മാറും, അള്ളാഹു നമ്മുടെ ചെവിയായി മാറും എന്ന് പറയുന്നത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ കോയോട് മുള്ളോട്
കൂകന്ന് ചൊന്നാരെ കൂശാതെ കൂകിപ്പാറപ്പിച്ച് വിട്ടോവർ. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളെ കുറിച്ച് പാടുന്ന മുഹയ്യദ്ദീൻ മാലയുടെ മറ്റൊരു വരിയാണത്. ഭക്ഷണം നിറയെ, വയറ് നിറയെ ഭക്ഷണം കഴിച്ച് കോഴിയുടെ അവശിഷ്ടമായ എല്ലുകൾ ബാക്കിയായപ്പോൾ ആ കോഴിയോട് കൂവാൻ പറയുന്നുണ്ട് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങള്. അതിനെ നമ്മൾക്ക് എന്താണ് പരിഹസിക്കാനുള്ളത്? അള്ളാഹുവിന്റെ സമ്മതത്തോടെ മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾക്ക് അത് സാധിക്കുമെന്ന് തന്നെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇനി മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങൾ തന്നെ ആവണമെന്നില്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അത് സംഭവിക്കാം. പക്ഷേ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് തെറ്റുകൾ ചെയ്യാതെ അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് കഴിയണമെന്നാണ് പ്രിയപ്പെട്ടവരെ ഹദീസ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. എന്തിനേറെ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല 40 ദിവസത്തോളം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് പറഞ്ഞയച്ചിട്ട് 40 ദിവസം കഴിഞ്ഞ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പുറത്തു വരുമ്പോ അല്ലാഹു തആല യൂനുസ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്ന ആ ഒരു രംഗങ്ങളിൽ പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇത് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മാത്രം പ്രത്യേകതയല്ല. യൂനുസ് നബി അലൈഹിസ്സലാം ഒരു പ്രവാചകനാണ്. യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെയാണ് അല്ലാഹു തആല 40 ദിവസം വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഓക്സിജൻ ഇല്ലാതെ കടലിന്റെ കൂരിരുട്ടിൽ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് 40 ദിവസത്തോളം ഒരു പോറൽ പോലും ഏൽക്കാതെ താമസിപ്പിച്ചത്. എന്നിട്ട് സേഫായി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് അല്ലാഹു പറയുന്നത് വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇതേപോലെ അല്ലാഹു തആല സത്യവിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തുമെന്ന് ഖുർആനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ഖുർആനാ പറയുന്നത്, ഖുർആനിന്റെ ആയത്താണ് വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അഥവാ ഇതേപോലെ ഒരു സത്യവിശ്വാസി യാത്ര ചെയ്യുന്ന സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടാൽ നിങ്ങളെയും ഞാൻ രക്ഷപ്പെടുത്താം എന്നാണ് ഇതിന്റെ അർത്ഥം. എങ്ങനെയാണ് രക്ഷപ്പെടുത്തുക? അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് കഴിയണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, കണ്ണും അതേപോലെയല്ലേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീന പള്ളിയിലേക്ക് ഏതോ ഒരു പെണ്ണിനെ കണ്ട് കടന്നു വരുന്ന ഒരു സഹാബിയോട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചിട്ടില്ലയോ, അയദ്ഖുലു അഹദുക്കും അലൈനാ വഫീ ഐനിഹി യസറു സിനാ, വ്യഭിചാരത്തിന്റെ അടയാളവുമായിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിലേക്ക് കടന്നു വരികയാണോ? വഴിവക്കിൽ വെച്ച് ഏതോ ഒരു പെണ്ണിനെ കണ്ട് ഇസ്തിഗ്ഫാർ ചെല്ലാതെ കടന്നു വന്നപ്പോഴാണല്ലോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അങ്ങനെ ചോദിച്ചത്. എങ്ങനെയാണ് ഉസ്മാൻ തങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞത്? കാണുന്ന കണ്ണ് അത് എന്റെ കണ്ണായി മാറുമെന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ്. ഈ ഒരു ഹദീസാണ് ആമുഖമായി എനിക്കിവിടെ പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ യുക്തിയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറയുന്നുവോ, ഹദീസ് എന്ത് പറയുന്നുവോ, നമ്മുടെ പ്രമാണങ്ങൾ എന്ത് പറയുന്നുവോ അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത്. അദൃശ്യമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന അർത്ഥമായിരിക്കൂല വേറെ ഒരാൾക്ക് വായിക്കുമ്പോൾ ലഭിക്കുന്നത്. നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന അർത്ഥമായിരിക്കൂല വേറെ ഒരാൾ ഓതുമ്പോൾ ലഭിക്കുന്നത്. അഥവാ ഇൽമ് ഓരോ ആളുകളുടെ നിലവാരമനുസരിച്ച് ഓരോ ആളുകൾക്ക് കിട്ടുന്ന ആശയങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമെന്നാണ്. മഹാനായ ഷാഫിഈ തങ്ങള് എല്ലാ ദിവസവും ഒരു ഖത്തം ഓതിയത് വെറുതെയല്ല. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രതിഫലം ലഭിക്കുക എന്ന ഉദ്ദേശത്തിനപ്പുറം മഹാനായ ശാഫിഈ ഇമാമിനെ പഠിക്കുക എന്ന ലക്ഷ്യമാണ് ഉണ്ടായത്. ലഅല്ലഹും യതഫക്കറൂൻ, എന്തേ അവർ ചിന്തിക്കാത്തത്? അള്ളാഹു ചോദിക്കുന്നില്ലേ പരിശുദ്ധ ഖുർആനിൽ? ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ വേണ്ടി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ബിലാലെ, ഇന്നലെ രാത്രി അള്ളാഹു തആല എനിക്കൊരു ആയത്ത് ഇറക്കി തന്നിട്ടുണ്ട്. എന്താണ് ആ ആയത്ത് എന്നറിയോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്.
الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇംറാനിലെ 190-ാമത്തെ 191-ാമത്തെ ആയത്ത് ഇന്നലെ രാത്രി എനിക്ക് ഇറക്കി തരികയുണ്ടായി. ആ ആയത്തിൽ എന്താണ് പറയുന്നതെന്നറിയോ? ഈ ആയത്ത് ഓതുകയും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യാത്ത ആളുകൾക്ക് നാശമുണ്ട് എന്നാ പറയുന്നത്. വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്ത് അർത്ഥം ആലോചിക്കാതെ ഓതിവിടുന്ന ആളുകൾക്ക് നാശമാണ് എന്ന് അല്ലാഹു തആല ഇന്നലെ രാത്രി എനിക്കൊരായത്ത് ഇറക്കി. ഇതാണ് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഞാൻ കരയുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് തങ്ങളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഇറക്കി തന്നത് അതിനെക്കുറിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും അന്വേഷണം നടത്താനുമാണ്. നോക്കൂ നിങ്ങള്, പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ 5 ആയത്ത് ഏതാണ് ഭൂമിയിലേക്ക് ഇറങ്ങിയത്? 6000 ചില്ലാനം ആയത്തുകൾ ഉണ്ടായിട്ട്, ലക്ഷക്കണക്കിന് പദങ്ങൾ ഉണ്ടായിട്ട് അല്ലാഹു തആല തെരഞ്ഞെടുത്ത പദം എന്ന് പറയുന്നത് ഇഖ്റ, നീ വായിക്കണം എന്ന ഒരൊറ്റൊരു പദമാണ്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, ഇഖ്റ, നീ വായിക്കണം നബിയെ, വായിക്കണം നബിയെ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് പറയുന്നുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ആ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയുമ്പോൾ അറബികൾ ചിന്തിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവർ കണ്ടിട്ടുള്ളത് ഇന്ദ്രിയ തുള്ളികളാണ്. അവർ കണ്ടിട്ടുള്ളത് വയറിനകത്ത് നടക്കുന്ന പ്രോസസ് എന്താണെന്ന് അറബികൾക്കറിയില്ല. സ്കാനിങ് സംവിധാനങ്ങളില്ല, എക്സ്റേകളില്ല. എന്താണ് ഒരു പെണ്ണിന്റെ ഗർഭപാത്രത്തിൽ നടക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ കഴിവില്ലാത്ത അറബികൾ ചിന്തിക്കാൻ തുടങ്ങി. അതെന്തേ അള്ളാഹു അങ്ങനെ പറഞ്ഞത്? രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കണമെന്നാ പറയുന്നത്. പിന്നെ പറയുന്നു, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണമെന്ന് പറയുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അറിയാത്ത കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിച്ച ആ നാഥന്റെ നാമത്തിൽ വായിക്കണം എന്നാ പറയുന്നത്. ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ. 6000 ചില്ലാനം ആയത്തുകൾ ഉണ്ടായിട്ട് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞേക്കാൻ തെരഞ്ഞെടുത്ത 5 ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് 1 വായിക്കണം എന്നാണ്, 2 എഴുത്തിനെ സൂചിപ്പിക്കുന്ന പേനയാണ്, പിന്നെ പഠിപ്പിക്കണം എന്ന പദം, പിന്നെ ചിന്തിക്കണം എന്ന ആശയം നൽകുന്ന ആയത്ത്, ഗവേഷണം നടത്തണം, റിസർച്ച് നടത്തണം, ചിന്തിക്കണം എന്ന ആശയം നൽകുന്ന ആയത്താണ് അള്ളാഹു ആദ്യമായി ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. അതേപോലെ തന്നെ അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്ന സംഭവം നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സൃഷ്ടിക്കുന്ന സമയത്ത് അല്ലാഹു തആല മഹാന്മാരായ മലക്കുകളോട് പറയുന്നുണ്ട്, മലക്കുകളെ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ പ്രതിനിധികളായി മനുഷ്യന്മാരെ ഞാൻ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഖാലു, അപ്പോഴാണ് മലക്കുകൾ ചോദിക്കുന്നത്, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, അല്ലാഹുവേ, ഫിത്നയുണ്ടാക്കുന്ന മനുഷ്യന്മാരെ ഭൂമിയിൽ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലാഹ്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും മഹാന്മാരായ മലക്കുകൾ ഉടനെ ചോദിക്കുന്നത്, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ദുനിയാവിൽ ഫിത്നയുണ്ടാക്കുന്ന, ഫസാദുണ്ടാക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ റബ്ബേ? വയസ്ഫികുദ്ദിമാ, രക്തം ചിന്തുന്ന മനുഷ്യന്മാരെ എന്തിനാണ് റബ്ബേ ദുനിയാവിൽ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്? നിന്നെ ആരാധിക്കാനാണ് നീ മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ ഞങ്ങൾ പോരെ റബ്ബേ, ഞങ്ങളുണ്ടല്ലോ. ഇവരുടെ ചോദ്യം പ്രസക്താണ്. കാരണം നിന്നെ ആരാധിക്കാനാണ് നീ പുതിയൊരു സൃഷ്ടിപ്പ്
നിന്റെ ഒരു പുതിയൊരു സൃഷ്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ തന്നെ ആരാധിച്ചാൽ പോരെ. മനുഷ്യനാണെങ്കിൽ 8 മണിക്കൂർ കടന്നുറങ്ങണം, മനുഷ്യനാണെങ്കിൽ ഭക്ഷണം കഴിക്കണം, ജോലിക്ക് പോകണം, വാഷ്റൂമിൽ പോകണം, കുടുംബജീവിതം നയിക്കണം. പിന്നെ എപ്പോഴാണ് മനുഷ്യന് ഇബാദത്തെടുക്കാൻ സമയം? ഇബാദത്താണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഞങ്ങൾ തന്നെ പോരെ. ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകാനില്ല, ഞങ്ങൾക്ക് ഉറങ്ങാനില്ല, ഞങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കാനില്ല, ഞങ്ങൾക്ക് മക്കളെ നോക്കാനില്ല. നമ്മൾ സ്വയം നമ്മളെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ഇപ്പൊ എന്റെ പകരം ഒരു മലക്കിനെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നതെങ്കിൽ എന്റെ 100 മടങ്ങല്ല 100 മടങ്ങ് ഇബാദത്ത് മലക്കുകൾ ചെയ്യൂലേ? നിങ്ങൾ സ്വന്തം ചിന്തിച്ചു നോക്കി. ഇപ്പൊ എന്നെ, അതേപോലെ നിങ്ങളെ എന്നെ സൃഷ്ടിക്കുന്നതിന് പകരം അള്ളാഹു ഒരു മലക്കിനെയാണ് എന്റെ പകരം സൃഷ്ടിക്കുന്നതെങ്കിൽ പടച്ചോന് ഇബാദത്ത് എടുക്കുന്ന വിഷയത്തിൽ മലക്കായിരുന്നു മുന്നിൽ. കാരണം നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ മലക്കൾക്ക് ഇബാദത്ത് എടുക്കാം. നമ്മൾ ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത് മലക്കുകൾക്ക് ഇബാദത്ത് എടുക്കാം. വാഷ്റൂമിൽ പോകുന്ന സമയത്ത് മലക്കുകൾ ഇബാദത്ത് എടുക്കും. മക്കളുടെ കൂടെ ചെലവഴിക്കുമ്പോഴും മലക്കുകൾ ഇബാദത്ത് എടുക്കും. ഹുമുൽ ഖൗമു ലാ യഅസൂനല്ലാഹ മാ അമറഹും. അല്ലാഹുവിനെ ഒരു സെക്കൻഡ് പോലും ധിക്കരിക്കാത്ത വിഭാഗമാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇബാദത്ത് എടുക്കാനാണ്. ഇബാദത്ത് എടുക്കാനാണെങ്കിൽ മലക്കുകൾ തന്നെ മതിയായിരുന്നല്ലോ. എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? അടുത്ത ആയത്തിൽ അള്ളാഹു ഇത് പറയുന്നുണ്ട്. മലക്കുകൾ ചോദിക്കുന്നത് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. അല്ലാഹു തആല ഇവിടെ പറയുന്ന വിഷയം വളരെ ഗൗരവത്തോടെ ഓരോ ആളുകളും കേൾക്കണം. ഈ ഇസ്രാഇന്റെ രാത്രിയിൽ ആകാശാരോഹണം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്കും ഇതേ ഒരു മെസ്സേജ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്രാഇന്റെ രാത്രി അല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്ക് ഉയരുന്ന സന്ദർഭം ഓരോ പ്രവാചകന്മാരെ കണ്ട്, അവസാനം അള്ളാഹുവിനെ കണ്ട്, സ്വർഗം കണ്ട്, നരകം കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് നിസ്കാരവുമായി തിരിച്ചു വരുന്നുണ്ടല്ലോ. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നരകം കണ്ട സന്ദർഭത്തിലാണ് അല്ലാഹു തആല ചില ആളുകൾക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് അവരുടെ ശിക്ഷ എന്നറിയോ? യഖ്മുശൂന വുജൂഹഹും വസുദൂറഹും. അവരുടെ നെഞ്ചുകളെ അവർ മാന്തി പിളർത്തുകയാണ്. കൂർത്ത നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖത്തെയും, വുജൂഹഹും അവരുടെ മുഖത്തെ അവർ മാന്തി പൊളിക്കുന്നുണ്ട്. വസുദൂറഹും അവരുടെ നെഞ്ചകങ്ങളിലേക്ക് അവരുടെ നഖങ്ങളെ ആഴ്ന്നിറക്കി എന്നിട്ട് നെഞ്ചകം അവർ പിളർത്തുന്നുണ്ട്. ഫഖാല മൻ ഹൗലാഇ യാ ജിബ്രീൽ. അല്ലയോ ജിബ്രീലേ, എന്തിനാണ് അല്ലാഹു ഈ വിഭാഗം ആളുകളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്തിനാണ് നബിയെ? എന്തിനാണ് ജിബ്രീലേ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. നബി തങ്ങളെ സന്തോഷിപ്പിക്കാനാണ് അല്ലാഹു തആല ഇസ്രാഇന്റെ രാത്രി ആകാശത്തേക്ക് കൊണ്ടുപോകുന്നത്. മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, മഹാനായ അബൂ ത്വാലിബിന്റെ വഫാത്ത്, ഇത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ 2 ആളുകൾ, തന്റെ പ്രിയപ്പെട്ട ആളുകൾ വഫാത്തായപ്പോൾ സമാധാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്റെ കുടുംബക്കാരായ ത്വായിഫിലേക്ക്, സഖീഫ ഗോത്രത്തിലേക്ക് പോകുന്നുണ്ട്. അവരെന്നെ ആശ്വസിപ്പിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ. കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ സാമ്പത്തികമായ സഹായം നൽകിയത് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹുവിന്റെ ഹബീബിന് അവിടെ സംരക്ഷണം നൽകിയത് പിതൃവ്യനായ അബൂ ത്വാലിബാണ്. എന്നാൽ 2 പേരും ഒരേ വർഷം ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആമുൽ ഹുസ്ൻ എന്നാണ് ആ വർഷത്തിന്റെ പേര്. ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ വർഷത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന് ഖദീജ ബീവിയുടെ വഫാത്ത് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ? ശൈബ ബി ത്വാലിബിന്റെ മലഞ്ചെരുവിലെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങള് 2.5 വർഷക്കാലം ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ മരത്തിന്റെ മുകളിൽ കയറി പച്ചിലകൾ കഴിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളും മഹാന്മാരായ സ്വഹാബാക്കളും ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ പച്ചയായ കാഷ്ടം കാഷ്ടിച്ചൊരു ചരിത്രമുണ്ട്. 2.5 വർഷക്കാലമുണ്ട്. ആ സമയത്ത് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ടവരെ, ശക്തമായ ദാഹം കാരണം, പട്ടിണി കാരണം ഖദീജ ബീവി രോഗിയായി മാറുന്നുണ്ട്. ഖദീജ ബീവിയുടെ സമീപത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചെല്ലുന്നുണ്ട്. ഖദീജ, നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു ഖദീജ. കാരണം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ പറയുന്നത്
ഞാൻ ജനിക്കുന്നത് യതീമായിട്ടാണ്, ഉപ്പയില്ലാതെ ജനിച്ച അനാഥയാണ് ഞാൻ. 6-ാമത്തെ വയസ്സിൽ എന്റെ മാതാവ് എന്നോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആടിനെ മേച്ച് നടന്നിട്ടുണ്ട്. പട്ടിണി എന്താണെന്നറിയാം, പരിവട്ടം എന്താണെന്നറിയാം, പ്രയാസം എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ഖദീജ, നീ എന്നെ പോലെയല്ലല്ലോ. വലിയ ഒരു ഉന്നതമായ തറവാടിൽ സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ജീവിച്ച, സുഖലോലുപതയിൽ ജീവിച്ച നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഖദീജ എന്ന് പറഞ്ഞിട്ട് ഖദീജയെ കെട്ടിപ്പിടിച്ച അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നുണ്ട്. ശുഐബ് അബീ ത്വാലിബിന്റെ മലഞ്ചെരുവില്. പ്രിയപ്പെട്ടവരെ, ആ 2.5 വർഷത്തെ ഉപരോധം കഴിഞ്ഞ് നേരെ നാട്ടിലേക്ക് പോയി മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. അവിടെ നിന്നുണ്ടായ രോഗം കാരണം ലോകത്തോട് വിട പറയുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പ്രിയപ്പെട്ട പത്നിയുടെ വേർപാട് അല്ലാഹുവിന്റെ ഹബീബിനെ എത്ര വേദനിപ്പിച്ചിരിക്കുമെന്ന്. കാരണം ഖദീജ ബീവിയെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്നേഹിച്ചതുപോലെ വേറെ ഒരാളെയും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ സ്നേഹിച്ചിട്ടില്ല. അതേപോലെ പിതൃവ്യനായ അബൂ ത്വാലിബ്, 2 പേരുടെയും വേർപാട് സഹിക്കാൻ കഴിയാതെ ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് പോയി. 10 ദിവസത്തേക്കാ പോയത്. ഒരാൾ പോലും അല്ലാഹുവിന്റെ ഹബീബിനെ കേൾക്കാൻ തയ്യാറായില്ല. നബി തങ്ങളുടെ വാള് കേൾക്കാൻ തയ്യാറായില്ല. നബി തങ്ങളുടെ ഉപദേശം കേൾക്കാൻ തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ഭ്രാന്തന്മാരെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ദഅവത്ത് നടത്താൻ പോയപ്പോ നബി തങ്ങളെ കൂകി വിളിക്കുന്നുണ്ട്. നബി തങ്ങളുടെ കാലിലേക്ക് കല്ലെറിയുന്നുണ്ട്. എന്നിട്ട് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നൊലിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് നടക്കാൻ കഴിയാതെ അവിടെ കുഴഞ്ഞു വീണപ്പോ ചാടി വന്ന് ഓടി വന്നിട്ട് നബി തങ്ങളുടെ കൈകൾ പിടിച്ച് നബി തങ്ങളെ ഉയർത്തിയിട്ട് വീണ്ടും നബി തങ്ങളോട് നടക്കാൻ പറഞ്ഞിട്ട് വീണ്ടും നടക്കുമ്പോ നബി തങ്ങളുടെ കാല് നോക്കി കല്ലെറിഞ്ഞിട്ട് ആർത്തട്ടഹസിച്ച് ചിരിക്കുന്ന ഈ ഭ്രാന്തന്മാരായ ത്വായിഫുകാരുടെ മുന്നിലേക്കാണ് മഹാനായ ജിബ്രീൽ, മഹാന്മാരായ മലക്കുകൾ കടന്നു വരുന്നത്. യാ റസൂലല്ലാഹ്, ഈ സമൂഹത്തെ ഞങ്ങൾ നശിപ്പിക്കട്ടെ നബിയെ, ഈ സമൂഹത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യട്ടെ നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ച നിലപാട് എന്താണ്? പ്രിയപ്പെട്ടവരെ, ആരെയും വിമർശിക്കാനുള്ള അവകാശം നമ്മൾക്കുണ്ട്, ആരെയും കുറ്റപ്പെടുത്താനുള്ള അവകാശം നമ്മൾക്കുണ്ട്. പക്ഷേ ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മളിൽ ഉണ്ടാവണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങള് ഉവൈസ് ഇമാമുമായി തമ്മിലുള്ളൊരു തർക്കമുണ്ട്. ആ തർക്കം കഴിഞ്ഞ് ശാഫിഈ ഇമാമിനോട് പിണങ്ങി അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഒറ്റയ്ക്കിരുന്നതിന് ശേഷം മഹാനായ ശാഫിഈ ഇമാം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട്, എന്തിനാണ് പിണങ്ങുന്നത്? എന്റെ ആശയം ഇതാണ്, നിങ്ങളുടെ ആശയം ഇതാണ്, ഇതിൽ നമ്മൾ എന്തിനാണ് തർക്കിക്കുന്നത്? ഇതിൽ എന്തിനാണ് നമ്മൾ പിണങ്ങി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പോയി സലാം പറയുന്നതും അദ്ദേഹത്തോട് പോയി സംസാരിക്കുന്ന ചരിത്രമെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾക്കറിയാം. ആ ചരിത്രങ്ങളൊക്കെ പഠിച്ച നമ്മളാണ് പ്രതിപക്ഷ ബഹുമാനങ്ങളില്ലാതെ ആളുകളെ പച്ചയായി വിമർശിക്കുന്നത്, ആളുകളുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുന്നത്. ഇത് തന്നെയാണ് മഹാന്മാരായ മലക്കുകൾ ചോദിച്ചത്. അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, എന്തിനാണ് റബ്ബേ ഫിത്നയുണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഭൂമിയിൽ നീ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ പോലെ എന്ന് ചോദിക്കുന്നത്? ഈ ഭൂമിയിലുള്ള ആളുകളുടെ സ്വഭാവം എന്താണ് എന്ന് മലക്കുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. ഇതേപോലെ അല്ലാഹുവിന്റെ ഹബീബിനെ കല്ലെറിഞ്ഞു കൂകി വിളിച്ച് നബി തങ്ങളെ കളിയാക്കിയ ഒരു വിഭാഗം ആളുകളെ നശിപ്പിക്കട്ടെ, പർവ്വതം അവരുടെ തലയുടെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞ് അവരെ ചതച്ചു കൊല്ലട്ടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ലഅല്ലല്ലാഹു യുഖ്രിജു മിൻ സുലാബിഹിം മൻ യഅബുദുഹു ലാ യുശ്രികു ബിഹി ശൈആ. വേണ്ട മലക്കുകളെ, ഒരാളെയും നീ ശിക്ഷിക്കരുത്, ഒരാളെയും നിങ്ങൾ ശിക്ഷിക്കരുത്. കാരണം അവരുടെ കാലശേഷമുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഞങ്ങൾക്ക് നല്ലത്. ഇവര് നശിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഇവര് തകർന്നത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? വലിയ പർവ്വതങ്ങൾ അവരുടെ തലയിലിട്ട് ചതച്ചു കൊന്നാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു സമൂഹത്തിന്റെ നന്മയല്ലയോ? ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടാവണമെന്നല്ലയോ? ഈ ആശയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ നെഞ്ചത്തേക്ക് കൊണ്ടുവരേണ്ടത്, നമ്മുടെ ആശയങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത്. എങ്ങനെ ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതുപോലെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك. നബിയേ, നിങ്ങളുടെ കൂടെ ആളുകൾ കടന്നു വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നിയത്?
610 AD 610 അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് നുബുവത്ത് ലഭിക്കുന്നത്. 632 അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നത്. ഈ ഒരു 23 വർഷത്തെ അല്ലെങ്കിൽ 22 വർഷത്തെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ 610 ഒരു മുസ്ലിമാണ് ഉള്ളതെങ്കിൽ 632 ആകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് അവസാനത്തെ ഹജ്ജിന് പോകുന്ന സമയത്ത് എങ്ങനെയാണ് 100,000 ചില്ലാനം ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മാത്രം നബി തങ്ങളുടെ കൂടെ ഉണ്ടായത്? 100,000 ചില്ലാനം ആളുകൾ ഹജ്ജിന് പോയി എന്ന് പറഞ്ഞാൽ വേറെയും ഒരുപാട് മുസ്ലിമീങ്ങൾ ഹജ്ജ് ചെയ്യാത്തവരായി നാട്ടിൽ ബാക്കിയുണ്ട് എന്നാണ് അർത്ഥം. എങ്ങനെയാണ് 23 വർഷത്തെ കാലയളവിൽ അള്ളാഹുവിന്റെ ഹബീബിന് ഇത്രയും ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത്? അത് വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, നിങ്ങൾ ജനങ്ങളോട് സൗമ്യതയോടെ പെരുമാറിയത് കൊണ്ടാണ്. വലിമൻ അലാനൽ കലാമ, ജനങ്ങളോട് സൗമ്യമായി പെരുമാറാൻ സാധിച്ചാൽ, ജനങ്ങളോട് സോഫ്റ്റായി പെരുമാറാൻ സാധിച്ചാൽ, ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ സാധിച്ചാൽ ആളുകളെ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ പറയുന്നത്. അതിന് പകരം വലൗ കുൻത ഗലീലൽ ഖൽബി, പരുക്കൻ സ്വഭാവത്തിന്റെ ആളായി നിങ്ങൾ മാറിയിരുന്നുവെങ്കിൽ ഒരാൾ പോലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമായിരുന്നില്ല നബിയെ. എന്തുകൊണ്ടാണ്? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു വീട്ടിൽ ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ കളിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ കാണണമെന്നവർക്ക് തോന്നുന്നത്, നബി തങ്ങളെ കാണാതിരിക്കുമ്പോൾ ഒരു മിസ്സിംഗ് അവർക്ക് ഫീൽ ചെയ്യുന്നത്, നബി തങ്ങളെ കാണണമെന്നുള്ള പൂതി ഉണ്ടാവുന്നത്. അങ്ങനെ നബി തങ്ങളുടെ മദീന പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങളുടെ മുഖം നോക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഹബീബിനോട് തോന്നിയ അട്രാക്ഷൻ ആണ്. എന്നിട്ടാണ് ഒരു ദിവസം അള്ളാഹുവിന്റെ ഹബീബിന്റെ മുഖം നോക്കി കരയുന്നത്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സൗബാൻ എന്ത് പറ്റി, എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോട് സൗബാൻ തങ്ങൾ പറയുന്നത്, നബിയെ ഞാൻ കരയാനൊരു കാരണമുണ്ട്, ഞാൻ കരയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ നബിയെ? ഇന്ന് ദുനിയാവിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ നിങ്ങളുടെ പള്ളിയിലേക്ക് വന്നിട്ട് നിങ്ങളുടെ മുഖം നോക്കിയിരിക്കും നബിയെ. എന്നാൽ ഞാനും നാളെ സ്വർഗത്തിലാണ്, നിങ്ങളും നാളെ സ്വർഗത്തിലാണ്, രണ്ടുപേരും സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾ സ്വർഗത്തിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ കൂടെ, മഹാന്മാരായ ഔലിയാക്കളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ. ഈ പാവപ്പെട്ട സൗബാൻ സ്വർഗത്തിന്റെ 100 തട്ടുകളിൽ ഏതെങ്കിലും ഒരു തട്ടിലാണുള്ളതെങ്കിൽ നിങ്ങളെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ എവിടെയാണ് നബിയെ വരേണ്ടത്? നിങ്ങളെ കാണാൻ എന്റെ മനസ്സ് കൊതിച്ചാൽ, വെമ്പൽ കൊണ്ടാൽ എങ്ങോട്ടാണ് നബിയെ ഞാൻ കടന്നു വരേണ്ടത് എന്ന് ചോദിച്ച് നിങ്ങളെ കാണാത്ത സ്വർഗം എനിക്കെന്തിനാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുപോയ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, അവരാരും സ്വർഗമല്ല കൊതിച്ചത്, അവരാരും സ്വർഗമല്ല കൊതിച്ചത്. അവര് കൊതിച്ചത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെയുള്ള സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊടുത്തപ്പോ നബി തങ്ങൾ പറഞ്ഞു, സൽ തുഅത, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞപ്പോ എന്താണ് കഅബ് തങ്ങൾ ചോദിച്ചത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരു ഇരിപ്പിടം എനിക്ക് തരണം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, കഅബേ ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? അപ്പോഴാണ് മഹാനായ കഅബ് തങ്ങൾ പറയുന്നത്, നബിയെ എനിക്ക് വേറെ ഒന്നും വേണ്ട, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഒരു ഇരിപ്പിടം തന്നാൽ മതി നബിയെ. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ വേണമെന്നവർ ആഗ്രഹിച്ചത്? നബി തങ്ങളുടെ സ്വഭാവമാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്, നിങ്ങളെങ്ങാനും പരുക്കൻ സ്വഭാവത്തിന്റെ ആളായിരുന്നുവെങ്കിൽ, ഹാർഷായി സംസാരിക്കുന്നവരാണെങ്കിൽ, അധിക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ ഒരാൾ പോലും നിങ്ങളിലേക്ക് അടുക്കുമായിരുന്നില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പറയുന്നത്. ആ ഒരു മാതൃകയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. എങ്ങനെ ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശലോകങ്ങൾ സഞ്ചരിച്ച്, സ്വർഗം സഞ്ചരിച്ച്, നരകം കാണുമ്പോഴാണ് ഒരു വിഭാഗം ആളുകളെ കാണുന്നത്. ആ വിഭാഗം ആളുകളുടെ പ്രത്യേകത എന്താണ്? യഖ്മുശൂന വുജൂഹഹും വസുദൂറഹും, അവരുടെ മുഖവും അവരുടെ നെഞ്ചകങ്ങളും അവർ മാന്തി പൊളിക്കുന്നുണ്ട്. മൻഹാദ
ഹാഉലാഇ യാ ജിബ്രീൽ, എന്തിനാണ് ജിബ്രീലേ ഇവർ ഇത്രത്തോളം വലിയ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ഹാഉലാഇല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അഅറാദിഹിം. അവരുടെ പണി എന്താന്ന് ചോദിച്ചാൽ രാവിലെ പേനയെടുത്താൽ ഏതെങ്കിലും മനുഷ്യന്റെ മാംസം തിന്നാനുണ്ടോ എന്ന് തെരഞ്ഞു നടക്കലാണ്. വയഖഊന ഫീ അഅറാദിഹിം, ആരെയെങ്കിലും അഭിമാനം പിച്ചി ചീന്താൻ കഴിയുമോ എന്ന് ചിന്തിച്ചു നടക്കലാണ്. ഡാറ്റകളെല്ലാം റെഡിയാണ്, പോയിന്റുകളെല്ലാം റെഡിയാണ്, എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഇരകളെ തേടി നടക്കുക. യഅകുലൂന ലുഹൂമൻ നാസ്, മനുഷ്യരുടെ പച്ചയായ മാംസം തിന്നുന്നവരാണവർ. വയഖഊന ഫീ അഅറാദിഹിം, മനുഷ്യരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നവരാണവർ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യരുത്, നമ്മൾ ഒരാളെയും വേദനിപ്പിക്കുന്നവരാവരുത്. കാരണം എന്താണെന്നറിയോ? മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദേ നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ മുആദ്. മുആദ് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, നാവ് പിടിച്ചിട്ട് പറഞ്ഞു, കുഫ അലൈക ഹാദാ. മുആദേ ഞാനൊരു കാര്യം പറയാം, കുഫ അലൈക ഹാദാ, ഈ നാവിനെ നീ സൂക്ഷിച്ചാൽ മതി. കുഫ അലൈക, നാവിങ്ങനെ നബി തങ്ങൾ പിടിച്ചു. കുഫ അലൈക ഹാദാ, മുആദേ ഇത് മാത്രം ചെയ്താൽ മതി. അപ്പോഴാണ് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, നബിയേ നാളെ മഹ്ശറാ ലോകത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സംസാരിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുമോ നബിയേ? സംസാരം കൊണ്ട് അല്ലാഹു നാളെ ഞങ്ങളെ ശിക്ഷിക്കുമോ നബിയേ? അപ്പോഴാണ് അല്ലാഹു വ ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബി, സംസാരിച്ചാലും അല്ലാഹു നാളെ ശിക്ഷിക്കുമോ നബിയേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മുആദ് തങ്ങളോട് പറയുന്നത്, സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദ് എന്നവരെ നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ മുആദ്? കാരണം വഹൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നാളെ ആരെങ്കിലും ഒരാൾ നരകത്തിലേക്ക് വീഴുമെങ്കിൽ അതവരുടെ നാവ് കൊണ്ട് മാത്രമായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നാവ് കൊണ്ടല്ലാതെ ഒരാളും നാളെ നരകത്തിൽ വീഴൂല എന്നായി ഹദീസ് പറയുന്നത്. സ്കാരം അള്ളാഹു പുറത്തു തന്നേക്കാം. കള്ളു കുടിച്ചതും വ്യഭിചരിച്ചതുമെല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു മാപ്പ് തന്നേക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആരാന്റെ ഗീബത്തും നമീമത്തും ഫിത്നയുമായി നടന്ന ആളുകള് ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ കിടന്ന് തൗബ ചെയ്താലും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, അമല് കുറഞ്ഞു പോയാലും നിസ്കാരം കുറഞ്ഞു പോയാലും നോമ്പ് കുറഞ്ഞു പോയാലും പ്രിയപ്പെട്ടവരെ നാവിനെ അനിയന്ത്രിതമായി അഴിച്ചുവിടരുത് എന്നാണ് ഈ മിഅ്റാജിന്റെ രാത്രിയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഇത് മിഅ്റാജിന്റെ സന്ദേശം നൽകുന്ന രാത്രിയാണല്ലോ. ആ രാത്രിയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഅറാദിഹിം, ആരാന്റെ ഇറച്ചി പച്ചയായ മാംസം കുത്തി തിന്നുന്നവൻ, ആരാന്റെ അഭിമാനത്തെ കരിവാരിത്തേക്കുന്നവൻ, ഇത്തരം ആളുകൾ ഒരിക്കലും നാളെ സ്വർഗത്തിലേക്ക് പോകുന്നില്ല. കാരണം നാളെ നരകത്തിലേക്ക് ആളുകൾ പോകാനുള്ള കാരണം അവരുടെ നാവ് കൊണ്ട് മാത്രമായിരിക്കുമെന്നാണ് നബി തങ്ങൾ പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഈ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വഹൽ യകുബ്ബുന്നാസ അലാ മനാഖിരിഹിം, നാളെ ആരെങ്കിലും നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുമെങ്കിൽ ഇല്ലാ ഹസായിദു അൽസിനതിഹിം, അവരുടെ നാവ് കൊണ്ടുണ്ടാക്കിയ പ്രവർത്തനങ്ങൾ കൊണ്ടല്ലാതെ, നാവ് കൊണ്ടുള്ള ചെയ്തികൾ കൊണ്ടല്ലാതെ വേറെ ഒരു കാരണത്താലും ഒരാളും നരകത്തിലേക്ക് വീഴൂല എന്നാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്. മഹാനായ ഇമാം തിർമിദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അതുകൊണ്ട് ഈ മഹത്തായ രാത്രിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ നാവാണ്. കാരണം അല്ലാഹു തആല മിഅ്റാജിന്റെ രാത്രി മൂന്ന് സമ്മാനങ്ങളാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് നൽകുന്നത്. 3 സമ്മാനങ്ങളാണ്. അതിലൊന്നാമത്തേത് പ്രിയപ്പെട്ടവരെ നിസ്കാരമാണ്. ഒന്നാമത്തേത് നിസ്കാരമാണ്. രണ്ടാമത്തേത് ഖവാതീമ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗമായ ആമന റസൂൽ എന്നുള്ള ആയത്താണ്.
മൂന്നാമതായി അല്ലാഹു നൽകുന്ന പ്രത്യേകത വഗ്ഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മത്തിഹി ശൈആ. അല്ലാഹുവിനോട് ശിർക്ക് ചെയ്യാത്ത, അല്ലാഹുവിനോട് പങ്കുകാരെ കൊണ്ടുവരാത്ത, അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെ ആരാധിക്കാത്ത എല്ലാ മുസ്ലിമീങ്ങളായ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ആർക്കൊഴികെ? കടമുള്ള ആളുകൾ ഒഴികെ. ഇല്ലദ്ദൈൻ, കടമുള്ള ആളുകൾ ഒഴികെ. ഏതാണ് ആ കടം എന്നറിയോ? സാമ്പത്തികമായ കടം മാത്രമല്ല കടം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, സാമ്പത്തികമായ കടം മാത്രമല്ല കടം. സാമ്പത്തികമായ കടം ഒരുപക്ഷെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ കൊടുത്തേക്കാം. എനിക്കൊരു 10 ലക്ഷം രൂപ കടമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എന്റെ അസറ്റിൽ നിന്ന് എന്റെ അനന്തരാവകാശികൾ എന്റെ പിതാവിന്റെ 10 ലക്ഷം കൊടുത്താൽ ഞാൻ ഖബറിൽ രക്ഷപ്പെടും. വേറെ ഒരു കടമുണ്ട് പ്രിയപ്പെട്ടവരെ, അത് നാവിലൂടെ ഉണ്ടാക്കിയ കടമാണ്. ആ കടം കൊടുത്തു വിട്ടാൻ നമ്മുടെ മക്കൾക്ക് കഴിയില്ല, നമ്മുടെ കുടുംബത്തിന് കഴിയില്ല, നമ്മുടെ അനന്തരാവകാശികൾക്ക് കഴിയില്ല. ആ കടം അവിടെ ബാക്കിയാണ്. ഏതുവരെ? ആരുടെ പച്ചയായ മാംസമാണോ നമ്മൾ തിന്നത്, അവർ നാളെ മഹ്ശറയിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാതെ എന്നിട്ട് അവിടെ വെച്ച് മാപ്പ് കെട്ടിയാലല്ലാതെ ഒരാൾക്കും നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അമലുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നാവിനെ അഴിച്ചുവിടുന്നവരെ ശ്രദ്ധിച്ചോളൂ. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, സ്വതക്കയുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. നാവിനെ സൂക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട, നിങ്ങളുടെ ഹജ്ജ് അല്ലാഹുവിന് വേണ്ട. യജ്അലുഹല്ലാഹു ഹബാഅൻ മൻസൂറാ. അല്ലാഹു തആല ധൂളികളാക്കി നമ്മുടെ അമലുകളെ വലിച്ചെറിയും. ഏതുവരെ? ആരെ കുറിച്ചാണോ നമ്മുടെ നാവ് കൊണ്ട് അപവാദമുണ്ടാക്കിയത് ആ വ്യക്തികൾ മാപ്പ് തരാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മിഅ്റാജിന്റെ രാത്രി നമ്മൾ നമ്മുടെ കൽബിനോട് പ്രതിജ്ഞ ചെയ്യേണ്ടത് എന്റെ നാവ് കൊണ്ട് എന്റെ കൈ കൊണ്ട് ഞാൻ മറ്റൊരാളെ വേദനിപ്പിക്കൂല എന്ന ഒരു പ്രതിജ്ഞയാണ്. വേറൊരു പ്രതിജ്ഞ വേണ്ട. ഈ ഒരു പ്രതിജ്ഞ ഉണ്ടെങ്കിൽ നമ്മൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റും. 60 കഴിഞ്ഞ ആളുകൾക്കൊക്കെ എത്ര ഈസി ആയിട്ട് സ്വർഗം കിട്ടും? 60 കഴിഞ്ഞ ആളുകൾക്ക് എത്ര ഈസി ആയിട്ട് സ്വർഗം കിട്ടും? 60 കഴിഞ്ഞ ഒരുത്തന്റെ തൗബ ആത്മാർത്ഥമായ തൗബയായിരിക്കും. ചെറുപ്പത്തിലൊക്കെ നമ്മൾ തൗബ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇനി മേലാൽ തെറ്റ് ചെയ്യൂല എന്ന ഷർത്ത് നമ്മൾക്ക് പാലിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ പാലിക്കുന്നവരുണ്ടാവാം. ചെറുപ്പകാലത്ത് യൗവനകാലത്ത് തൗബ ചെയ്യുന്ന ആളുകൾക്ക് ഇനി മേലാൽ തെറ്റ് ചെയ്യൂല എന്ന ഷർത്ത് ഒരു പക്ഷേ കൽബ് കൊണ്ട് ഉറച്ച് പറയാൻ കഴിഞ്ഞു എന്ന് വരൂല. എന്നാൽ 60ഉം 70ഉം കഴിഞ്ഞ് ഖബറിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന വയസ്സന്മാരെ സംബന്ധിച്ചിടത്തോളം, വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൽബ് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി മേലാൽ ഞാൻ തെറ്റ് ചെയ്യൂല. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റെന്താ? തൗബ ചെയ്താൽ പിന്നെ അള്ളാഹു തൗബ സ്വീകരിച്ചില്ലേ? തൗബ ഒരു തവണ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിച്ചില്ലേ? അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? തൗബ ചെയ്താൽ അയാൾ പിന്നെ തെറ്റു ചെയ്യാത്തവനെ പോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. ഒരാൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്. പക്ഷെ അള്ളാഹു തൗബ സ്വീകരിക്കാത്ത ഏതാണ്? അള്ളാഹു തൗബ സ്വീകരിക്കാത്ത ഏരിയ 60 കഴിഞ്ഞിട്ടും 70 കഴിഞ്ഞിട്ടും 80 കഴിഞ്ഞിട്ടും നാവിനെ സൂക്ഷിക്കാതെ അഴിച്ചുവിടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു തൗബ സ്വീകരിക്കൂലെന്ന്. അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കൂലെന്ന്. മരിച്ചാൽ കടം ബാക്കി വെച്ച് മരിക്കുന്നവരിൽ അവരും പെട്ടുപോകും. അതുകൊണ്ട് നാവിനെ സൂക്ഷിച്ചാൽ തന്നെ 60 കഴിഞ്ഞ ആളുകൾക്കൊക്കെ വളരെ ഈസിയായി സ്വർഗത്തിലെത്താൻ പറ്റും. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തുടങ്ങി വെച്ച ആയത്ത്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചത്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. രക്തം ചിന്തുന്ന, ഫിത്നയുണ്ടാക്കുന്ന മനുഷ്യന്മാരെ സൃഷ്ടിക്കണോ റബ്ബേ? ഞങ്ങൾ തന്നെ ഇബാദത്ത് ചെയ്താൽ പോരെ? അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്, പ്രിയപ്പെട്ടവരെ എന്റെ വിഷയത്തിലേക്ക് വാ. നിർത്താനാകുമ്പോൾ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. നോക്കേണ്ട വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അള്ളാഹു ഭൂമിയിലേക്ക് ആദ്യമായി ഇറക്കുന്ന ആയത്ത് ഇൽമും പഠനവും ഗവേഷണവും എഴുത്തും പേനയും ഇത്തരം വിഷയങ്ങൾ. ഇനി അള്ളാഹു മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കുമ്പോൾ ഇൽമിന് അള്ളാഹു നൽകിയ പ്രാധാന്യം നോക്ക് നിങ്ങൾ. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ أَنْ إِنِّي جَاعِلٌ فِي الْأَرْضِ. ഞാൻ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ എന്തിനാണ് അവരെ സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ തന്നെ ആരാധിച്ചാൽ പോരെ എന്ന് തിരിച്ചൊരു ചോദ്യം. ആ സമയത്ത് അല്ലാഹു അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമ പഠിപ്പിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. മലക്കുകൾ ചോദിച്ചു, എന്തിനാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയാ പോരെ?
ഞങ്ങൾ നിസ്കരിച്ചാ പോരെ, ഞങ്ങൾ ആരാധിച്ചാ പോരെ, എന്തിനായി മനുഷ്യന്മാര്? അള്ളാഹ് ഒന്നും മറുപടി പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, മലക്കുകളെ നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാം. എന്നിട്ട് അള്ളാഹ് അടുത്ത പണി എന്താ? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ ഹുമ്മ അറലഹും അലൽ മലായിക, മഹാന്മാരായ മലക്കുകളുടെ മുമ്പിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരികയാണ്. എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ച അതേ മലക്കുകളുടെ മുമ്പിലേക്ക് അല്ലാഹു തആല കൊണ്ടുവരികയാണ് ആദം നബി അലൈഹിസ്സലാമിനെ. എന്തിനാണ് ഈ മാനിപ്പാടത്ത് മണ്ണിട്ട് നിവർത്തുന്നത്? ആയിരക്കണക്കിന് ലോഡുകൾ എന്തിനാണ് മണ്ണിട്ട് നിവർത്തുന്നത് എന്ന് ചോദിച്ചവരോട് ഈ മഹത്തായ സംവിധാനങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ കേരളത്തിൽ 10,000-കണക്കിന് മദ്രസയുടെ കണക്ക് പറയുമ്പോ കേരളത്തിന്റെ പുറത്തും ആയിരക്കണക്കിന് മദ്രസകളുടെ കഥകൾ പറയാനുണ്ട്. ആസാമിലും ബംഗാളിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പരിചയപ്പെടുത്താൻ തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമയങ്ങളും മാറ്റിവെച്ച ഹുദവികളെ നമ്മൾക്ക് എങ്ങനെയാ മറക്കാൻ കഴിയുക? എന്റെ സ്ഥാപനത്തിൽ കാസർഗോഡ് ജില്ലാ തളങ്കരയിൽ പഠിച്ചൊരു സഫ്വാൻ എന്ന് പറയുന്ന ഒരു ഹുദവിയുണ്ട്. തന്റെ ജീവിതത്തിന്റെ വിലപ്പെട്ട സമയം അങ്ങ് പുങ്കനൂരിലെ ആന്ധ്രാപ്രദേശിനടുത്തുള്ള 4 വില്ലേജുകളിൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മദ്രസ സംവിധാനമാണ് ആ 4 വില്ലേജിലുമുള്ളത്. അവിടെയുള്ള ഉസ്താദുമാർക്ക് ക്ലാസ് നൽകാൻ, അവിടെയുള്ള നാട്ടുകാരെ കേരള മോഡലിലേക്ക് കൊണ്ടുവരാൻ, അവിടെ യുവാക്കൾക്ക് ക്ലാസ് നൽകാൻ, യുവതികൾക്ക് ക്ലാസ് നൽകാൻ, പരിശുദ്ധ റമദാൻ വരുമ്പോൾ റമദാൻ പ്രഭാഷണങ്ങൾ നൽകാൻ, ഹജ്ജിനെ കുറിച്ച് ബോധവൽക്കരിക്കാനൊക്കെ തന്റെ വിലപ്പെട്ട സമയം മുഴുവനും ആന്ധ്രാപ്രദേശിൽ മാറ്റിവെക്കുന്ന ബഹുമാനപ്പെട്ട സഫ്വാൻ ഉദവി, അതേപോലെ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഉദവി, ഇവരുടെ ജീവിതത്തിന് പകരം വെക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എന്താ കഴിയുക? വേറെ എന്തിനാ പകരം വെക്കാൻ കഴിയുക? തന്റെ വിലപ്പെട്ട ആയുസ് മുഴുവനും ആരാരും ഇല്ലാത്തൊരു നാട്ടിൽ ചെന്നിട്ട് ചെറിയ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി ഈ പരിശുദ്ധമായ ദീനിന് വേണ്ടി എന്തിനാണ് അവർ ത്യാഗം ചെയ്യുന്നതെന്നറിയോ? ജീവിതത്തിൽ സമാധാനം കിട്ടുന്നത് നമ്മളെന്ത് നേടി എന്നതിലല്ല, നമ്മളെന്ത് കൊടുത്തു എന്നതിലാണ്. നമ്മളെന്ത് നേടി എന്നതല്ല. വലിയ വീടുകൾ നമ്മൾക്കൊരിക്കലും സമാധാനം തരൂല, വലിയ വാഹനങ്ങൾ നമ്മൾക്ക് സമാധാനം തരൂല, സാമ്പത്തികമായ അഭിവൃദ്ധി നമ്മൾക്ക് സമാധാനം തരൂല, സ്ഥാനമാനങ്ങളും നമ്മൾക്ക് സമാധാനം തരൂല. നമ്മളെന്ത് ജനങ്ങൾക്ക് കൊടുത്തു എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സമാധാനം തരിക. നമ്മൾക്ക് ഇൽമുണ്ടോ അത് ജനങ്ങളിലേക്ക് എത്തിക്ക്, നമ്മൾക്ക് സമ്പത്തുണ്ടോ അത് ജനങ്ങളിലേക്ക് എത്തിക്ക്, നമ്മൾക്ക് സമയമുണ്ടോ ആ സമയം ജനങ്ങളിലേക്ക് എത്തിക്ക്. ജനങ്ങളിൽ എത്രയോ ആളുകൾ നമ്മുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. പണം മാത്രമല്ല ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഇൽമുണ്ടെങ്കിൽ ആ ഇൽമ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. പണമുണ്ടെങ്കിൽ ആ പണം ജനങ്ങൾക്ക് കൊടുക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മൾ കേരളത്തിന്റെ പുറത്തുള്ള എത്രയോ കുഗ്രാമങ്ങളിലൂടെ ഒന്ന് നടന്നു നോക്ക്. നായകളുടെ കൂടെ, ആടുകളുടെ കൂടെ ജീവിക്കുന്നവർ, ഫാത്തിഹോദാൻ അറിയാത്തവർ, 5-6 വയസ്സായാൽ ഒരു ദിവസത്തെ അന്നത്തിന് വേണ്ടി 100 രൂപയ്ക്ക് വേണ്ടി ഫാമുകളിൽ, പാടങ്ങളിൽ, പറമ്പുകളിൽ പോയി, ഫാക്ടറികളിൽ പോയി 6-ാമത്തെ വയസ്സ് മുതൽ ജോലി ചെയ്ത് ഖുർആൻ പോലും ഓതാൻ അറിയാത്ത 150 വീടുകളുള്ള മുസ്ലിം ഗ്രാമങ്ങളൊക്കെ കേരളത്തിന്റെ പുറത്തുണ്ട്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം എന്റെ ഒരു സുഹൃത്ത് കർണാടകയിലുള്ള ഒരു വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോ അവിടെ ഒരു വിളക്ക് കണ്ടു. വിളക്കിങ്ങനെ കത്തിക്കുകയാണ്, കടാതെ സൂക്ഷിച്ചിരിക്കുന്ന എന്തോ ഒരു ഭവ്യതയോടെ കാണുന്ന വിളക്ക്. അപ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നത്, എന്താണ് ഈ വിളക്ക് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഇത് ഞങ്ങളുടെ മനദേവറു എന്ന് പറഞ്ഞ എന്താ? ഞങ്ങളുടെ വീടിന്റെ ദൈവം. മുസ്ലിം വീടാ. നോമ്പ് തുറക്കാൻ വേണ്ടി ഒരാൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് സ്വീകരിച്ച ഒരു വീട്ടിൽ മനദേവറു, വീടിന്റെ ദൈവം എന്ന രീതിയിൽ വിളക്ക് കത്തിച്ച് വിളക്കിനെ ആരാധിക്കുന്ന മുസ്ലിമീങ്ങൾ. എന്നിട്ട് നമ്മളും നമ്മുടെ കുടുംബവും കുട്ടികളൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു, പിന്നെ ജീവിതം തീർന്നു എന്ന് വിശ്വസിച്ച് നടക്കാണ്. ഇല്ല മുഅ്മിനീങ്ങളെ, നമ്മൾക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ എന്ത് ജനങ്ങൾക്ക് കൊടുത്തു എന്നതിൽ മാത്രം സമാധാനം കിട്ടുക, അംഗീകാരം കിട്ടുക, ജനങ്ങളിൽ നിന്ന് റെസ്പെക്ട് കിട്ടുക ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് 2-3 ലക്ഷമൊക്കെ സാലറി ഗൾഫിൽ നിന്ന് കിട്ടുമായിട്ടും ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിലും ബീഹാറിലും പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ഹുദവിമാർ ചെലവഴിക്കുന്നത്. നമ്മളും അങ്ങനെ സേവനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പൊ ദാറുൽ ഹുദയ്ക്ക് തന്നെ ഈ ഒരു ദാറുൽ ഹുദയുമായി മുന്നോട്ട് പോയാൽ പോരെ?
എന്തിന് കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള ഓഫ് ക്യാമ്പസുകൾ ഏറ്റെടുക്കണം? എത്രയോ കോടികളുടെ ബാധ്യത വെച്ചിട്ട് കേരളത്തിന്റെ പല സ്ഥലത്തുള്ള ഹങ്കൽ പോലെ, അതുപോലെ തന്നെ ഹങ്കലും പിന്നെ കാശിപട്നയെ പോലെയുള്ള അവിടെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതേപോലെ പല സ്ഥാപനങ്ങളും പുങ്കനൂരായാലും ഏത് സ്ഥാപനങ്ങളായാലും എന്തുകൊണ്ട് ഈ കേരളത്തിൽ ചെമ്മാട് നിന്ന് ദാറുൽ ഹുദ ഏറ്റെടുക്കുന്നത്? ദാറുൽ ഹുദയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മൾ ഉണ്ടാക്കലല്ല, നമ്മൾ ഉള്ളതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് സമാധാനം കിട്ടുക, സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുക. നമ്മൾ ഉണ്ടാക്കിയത് ആർക്കും കൊടുക്കാതെ വീട്ടിലിങ്ങനെ സ്വരൂപിച്ച് വെച്ച ഒരിക്കലും നമ്മൾക്ക് സമാധാനം കിട്ടൂല. അതുകൊണ്ട് സമ്പത്ത് ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുന്നില്ല. ഇൽമുള്ളവർക്ക് ഇൽമ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം സമൂഹത്തിന് സേവനം ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്ത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ ഇൽമു പഠിപ്പിക്കാൻ, ഇൽമു പഠിപ്പിച്ചിട്ട് മഹാന്മാരായ മലക്കുകളുടെ മുന്നിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവരികയാണ്. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, ഫഖാല അംബിഊനി ബിഅസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇവിടെയുള്ള എല്ലാ വസ്തുക്കളുടെയും പേരൊന്ന് പറഞ്ഞു തരാമോ എന്ന് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുകയാണ്. ആ സമയത്താണ് മലക്കുകൾ പറയുന്നത്, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചതല്ലാതെ വേറെ ഒന്നും അറിയില്ല റബ്ബേ. ആ സമയത്ത് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നത്, യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയെ, ഈ കാണുന്ന വസ്തുക്കളുടെ പേരുകൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ മലക്കുകൾക്ക്. മഹാനായ ആദം നബി അലൈഹിസ്സലാം എല്ലാ പേരുകളും കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹു തആല മലക്കുകളെ നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോടന്നേ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അറിയാത്ത പലതും എനിക്കറിയാമെന്ന്? ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ? നിങ്ങൾ ചോദിച്ചു എന്തിനാ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ഇബാദത്ത് എടുക്കാൻ ഞങ്ങളില്ലേ? ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഞാൻ എന്തിനാ സൃഷ്ടിച്ചതെന്ന് മനസ്സിലായോ? ഇബാദത്തല്ല, ഇൽമു പഠിക്കാനാണ്. ഇനി ഇൽമ ഇബാദും പിന്നെ സുന്നി വിരുദ്ധത ഒന്നും പറയണ്ട. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ ആരാധന തന്നെയാണ്. ഇൽമിന് വേണ്ടി ചെലവഴിക്കലാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും വലിയ ഇബാദത്ത്. ഇൽമിന് വേണ്ടി ചെലവഴിക്കലാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഇബാദത്ത്. അപ്പൊ ഇൽമ പഠിക്കലാണ് ഒരു മനുഷ്യന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇൽമ പഠിക്കലാണ്. ഇത്രയും വലിയ ആബിദ്യങ്ങളായ മലക്കുകൾ ഉണ്ടാകുമ്പോൾ മനുഷ്യരായ നമ്മളെ സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. പഠിച്ചോൻ ഇബാദത്താണെങ്കിൽ അള്ളാഹ് എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇൽമ പഠിക്കാനാണ്. ആ ഇൽമ പഠിക്കാനെന്ന് അള്ളാഹു അടുത്ത ആയത്തിലൂടെ പറഞ്ഞുതരാണ്. അവര് എന്തിന് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചതിന്റെ ശേഷം ആദം നബിയോട് ഇൽമ പഠിപ്പിച്ചു കൊടുക്കുകയും ചില വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ മലക്കുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും ആ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ പേര് പറഞ്ഞതാ. അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല. എന്നാ ആദം നബി നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹു മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ കുറെ കാലമായില്ലേ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നു, എന്നാൽ വലിയ ഇബാദത്തൊന്നും ഇല്ലാതെ ഇൽമു മാത്രമുള്ള ആദമിന്റെ മുമ്പിൽ വെച്ച് സുജൂദ് ചെയ്യുന്നു പറഞ്ഞു. മലക്കുകൾ ഒന്നടങ്കം സുജൂദ് ചെയ്തു. എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? ഇൽമ പഠിക്കാൻ. ഇൽമൊരു ആരാധനയാണ്, ഇൽമൊരു ഇബാദത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഇൽമിന് വേണ്ടി ചെലവഴിക്കുക. നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഇൽമിന് വേണ്ടി ചെലവഴിക്കുക. ഇൽമ എന്ന് പറഞ്ഞാല് നമ്മളതിന്റെ ആഴങ്ങളിൽ ഇറങ്ങുമ്പോഴാണ് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം നിങ്ങൾക്കറിയാലോ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആരാണ് ഏറ്റവും വലിയ ആലിം? അത് ഞാൻ എന്നെ എന്ന് പറഞ്ഞപ്പോ, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളെക്കാളും വലിയൊരു ആലിമുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ഖിളർ നബി അലൈഹിസ്സലാമിന്റെ സമീപത്തേക്ക് പറഞ്ഞേക്കുന്ന രംഗം സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ബിദ്അകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ ബിദ്അകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു വിഷയം ഈ സൂറത്തുൽ കഹ്ഫിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, മൂസാ നബി അലൈഹിസ്സലാമേ, നിങ്ങളെക്കാളും വലിയ ആലിമായ ഒരാളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഖിളർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോകുന്നത്. ഖിളർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയപ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ശിഷ്യനായി കൂടെ വരട്ടെ എന്നാണ്. ശിഷ്യനായി ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ.
ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. നിങ്ങൾക്ക് നല്ല ഇൽമുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ നിന്ന് ഇൽമു പഠിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ കടന്നു വരട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്താണ് മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം പറയുന്നത്, ഇന്നക ലാ തസ്തതിഅ മഇയ സബ്റാ. മൂസാ നബിയെ, നിങ്ങൾക്ക് എന്റെ കൂടെ സഹിച്ചു നിൽക്കാൻ കഴിയില്ല. ഇതുപോലെ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്ത് പറയുമ്പോ ഇന്നത്തെ ബിദ്അഇകൾക്ക് സഹിക്കാൻ പറ്റാത്തതുപോലെ അങ്ങനെയില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ആയത്തിലേക്ക് വാ. മഹാനായ മൂസാ നബിയും ഖിദ്ർ നബിയും തമ്മിലുള്ള ആയത്തിലേക്ക് കടന്നു വാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത്, മൂസാ നബിയെ, ഇന്നക ലാ തസ്തതിഅ മഇയ സബ്റാ. എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വകൈഫ തസ്ബിറു അലാ മാ ലം തുഹിതു ബിഹി ഖുബ്റാ. നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ എങ്ങനെയാണ് സഹിക്കുക മൂസാ നബിയെ? നിങ്ങൾക്കറിയാത്ത കാര്യം എങ്ങനെയാണ് നിങ്ങൾ സഹിക്കുക? മൂസാ നബി പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കൂല, ഞാൻ നിങ്ങളുടെ കൂടെ വന്നോട്ടെ, നിങ്ങൾ എനിക്ക് പഠിക്കാനുള്ള അവസരം തരണം. അങ്ങനെ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, ഒരു ചോദ്യം പോലും ചോദിക്കാൻ പാടില്ല, എന്നാൽ എന്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് ആദ്യമായി കപ്പലിൽ കയറി, ഒരു പൈസ പോലും വാങ്ങാതെ കപ്പലിലൂടെ യാത്ര ചെയ്യാൻ അവസരം നൽകിയിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പിന്നെ കാണുന്നത് കപ്പലിൽ ഓട്ടയുണ്ടാക്കുന്ന ഖിദ്ർ നബിയെയാണ്. പൈസ ഒന്നും വാങ്ങിച്ചില്ല. കപ്പലിലൂടെ യാത്ര ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ ഖിദ്ർ നബി അലൈഹിസ്സലാം കുറച്ച് മൂലക്ക് ഇരുന്നിട്ട് കപ്പൽ ഇങ്ങനെ പാലെടുത്തിട്ട് ഇങ്ങനെ ഓൾസ് ഉണ്ടാക്കുക. കപ്പലിന്റെ പലകെടുത്തിട്ട് ഒരു കളയിൽ കളഞ്ഞു, കപ്പലിലേക്ക് വെള്ളം കയറി കപ്പൽ സൈഡാക്കി. ഇത് സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പിടിക്കോ? നമ്മൾക്കത് ഉൾക്കൊള്ളാൻ കഴിയോ? മൂസാ നബിക്ക് ദേഷ്യം വന്നു. മൂസാ നബിക്ക് ഒരു വാക്കുണ്ട്, ഒരു കാര്യം പോലും എന്നോട് ചോദിക്കാൻ പാടില്ല, ഞാൻ ഉത്തരം എല്ലാം പറഞ്ഞുതരും, പക്ഷെ എന്നോട് ചോദിക്കാൻ പാടില്ല. പക്ഷെ മൂസാ നബി ഉടനെ തന്നെ ചോദിച്ചു, എന്ത് പണിയായത്? എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്? ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവസരം തന്ന ഈ കപ്പൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മുക്കിക്കൊല്ലണോ? ഇവരെ മുക്കിക്കൊല്ലണോ? ഈ കപ്പൽ തന്നെ നിങ്ങൾക്ക് തകരാറുണ്ടാക്കണോ? മഹാനായ ഖിദ്ർ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതല്ല, ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റാ. എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വന്നത് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇനി ഞാൻ ചോദിക്കൂല, ലാ തുആഖിദ്നി, ഞാൻ മറന്നുപോയതാ, അതുകൊണ്ട് ഇനി മേലാൽ ഞാൻ ചോദിക്കൂല എന്ന്. പിന്നെ വീണ്ടും അവർ യാത്ര ചെയ്തു. യാത്ര ചെയ്യുമ്പോഴാണ് ഇങ്ങനെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ കണ്ടത്. കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചുകൊണ്ട് ആര് കൊന്നു? ഖിദ്ർ നബി കൊന്നു. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയെ കൊന്നത് കാണുമ്പോൾ ഖിദ്ർ നബി, മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന് ദേഷ്യം വന്നു. മൂസാ നബി അലൈഹി സ്വലാം പിന്നെയും ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്തായി പണിയെടുത്തത്? നിങ്ങൾ എന്തിനായി കൊന്നത്? പാവം കുട്ടിയെ കൊന്നെന്തിനാ? പിന്നെ മൂന്നാമത്തെ പണിയാണ്, കുടിക്കാനുള്ള വെള്ളമോ ഭക്ഷണമോ നൽകാതെ, ആദിത്യ മര്യാദ കാണിക്കാതെ ഒരു നാട്ടുകാരുടെ ചുമരിങ്ങനെ കൊഴിഞ്ഞു വീഴാറായപ്പോ ആ ചുമര് വളരെ മനോഹരമായി കെട്ടിക്കൊടുത്തു. അപ്പോഴും മൂസാ നബി ദേഷ്യപ്പെട്ടു. ഞാൻ പറയുന്നത് വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഖിദ്ർ നബിക്ക് അറിയുന്ന കാര്യം മൂസാ നബിക്ക് അറിഞ്ഞില്ല. ഖിദ്ർ നബിക്ക് അറിയുന്ന കാര്യം മൂസാ നബിക്ക് അറിഞ്ഞില്ല. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകൾ ഞാൻ ആദ്യം ആമുഖമായി പറഞ്ഞു വെച്ച ഹദീസ് അതാണ്. അള്ളാഹു നമ്മുടെ കൈയായി മാറും, അള്ളാഹു നമ്മുടെ കണ്ണായി മാറും, അള്ളാഹു നമ്മുടെ ചെവിയായി മാറും. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കളാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫ്ലൈറ്റ് നിർത്താനൊക്കെ കഴിയും എന്ന് വെച്ച് കള്ള കറാമത്തുകൾ പറഞ്ഞ് ഇവിടെ ദാവത്ത് നടത്തണമെന്ന് ഒരു നിർബന്ധമില്ല. കറാമത്തുകൾ പറഞ്ഞ് ദാവത്ത് നടത്തേണ്ട ആവശ്യമില്ല. പറ്റുമോ? പറ്റുമോ? പറ്റുമെന്ന് വെച്ചാൽ പറ്റും തന്നെ. ട്രെയിൻ നിർത്താൻ പറ്റുമോ? പറ്റും. എന്താ പറ്റാത്തത്? ഇതാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ കുൻ എന്ന് പറയും, അത് അവിടെ നിൽക്കും. ഇത് പടച്ചോന്റെ കൈയായി മാറിയാൽ എന്താ പ്രയാസം? ഇത് പടച്ചോന്റെ കണ്ണായി മാറിയാൽ നിങ്ങളുടെ കൽബനിക്ക് വായിച്ചുകൂടെ? ഇത് പടച്ചോന്റെ ചെവിയായി മാറിയാൽ നിങ്ങളുടെ മന്ത്രങ്ങൾ, നിങ്ങൾ മന്ത്രിച്ചൂതുന്നത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞൂടെ? ഇത് പടച്ചോന്റെ കണ്ണും പടച്ചോന്റെ ചെവിയൊക്കെ ആയാൽ പ്രിയപ്പെട്ടവരെ എല്ലാം നമ്മൾക്ക് തിരിച്ചറിഞ്ഞുകൂടെ? അപ്പൊ ഒരു വിഭാഗം ആളുകൾക്ക് മൂസാ നബി അലൈഹിസ്സലാമിന് ഇവിടെ ഖിദ്ർ നബിയെ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ പലതും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൽമു എന്ന് പറഞ്ഞാൽ രണ്ട് വിധം ഇൽമാണ്. റൂമിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൗലാന റൂമി, തുർക്കിയിൽ കൊന്നയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫിസത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയും ഉന്നതങ്ങളിൽ അധിവസിച്ചിരുന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ കൂടിയാണ് റൂമി. റൂമിയെ കാണാൻ റൂമിയുടെ ഷെയ്ഖ് എന്ന് പറയാൻ പറ്റുന്ന സൂഫി വര്യനായ തബ്രീസ് ശംസി കടന്നു വരുന്നുണ്ട്. തടിച്ചുകൂടിയ ആളുകൾക്കിടയിൽ വളരെ മനോഹരമായ ഒരു കുതിരയുടെ മുകളിലൂടെ റൂമി തന്റെ പരിവാരങ്ങളുടെ കൂടെ കടന്നു വരുമ്പോ അവിടേക്ക് ചാടി വന്നുകൊണ്ട് തബ്രീസ് ശംസി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വലിയ പണ്ഡിതനല്ലേ, എന്നാ നിങ്ങൾ പറ, മുഹമ്മദ് നബിയാണോ വലുത്, അബൂ യസീദുൽ ബിസ്താമിയാണോ വലുത്? മുഹമ്മദ് നബിയാണോ വലുത്, അബൂ യസീദുൽ ബിസ്താമിയാണോ വലുത് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അവിടെ തടിച്ചുകൂടിയ ആളുകൾക്ക് അമ്പരപ്പോടെ നോക്കി, എന്ത് ചോദ്യമായത്? അബൂ യസീദുൽ ബിസ്താമി എവിടെ കിടക്കുന്നു, നബി തങ്ങൾ എവിടെ? അബൂ യസീദുൽ ബിസ്താമിയെയും നബിയെയും എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുക?
അപ്പൊ ആളുകളൊക്കെ ഭയങ്കര അത്ഭുതത്തോടെ നോക്കാണ്. ഇദ്ദേഹം എന്തോ ഒരു നിരീശ്വരവാദി എന്ന രീതിയിലാണ് ആളുകൾ ഇദ്ദേഹത്തെ കണ്ടത്. ഉടനെ തന്നെ മഹാനായ റൂമി ചോദിച്ചു, അതെന്ത് ചോദ്യമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ലോകത്താണ്, അബൂ യസീദുൽ ബിസ്താമി വേറെ ലോകത്താണ്. അപ്പൊ അടുത്ത ചോദ്യം, എന്നാൽ അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞില്ലേ അനല്ലാഹ്, ഞാൻ തന്നെ അല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? എന്റെ പോക്കറ്റിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? എന്റെ കുപ്പായത്തിലാണ് അല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? എന്ന നബി തങ്ങൾ എന്താ പറഞ്ഞത്? അല്ലാഹുവേ, നിന്നെ അറിയേണ്ടതുപോലെ അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ, നിന്നെ അറിയേണ്ടതുപോലെ അറിയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അബൂ യസീദുൽ ബിസ്താമി പറഞ്ഞു, ഞാൻ തന്നെയാണ് അള്ളാഹ്. അപ്പൊ ആരാ വലുതെന്ന് വെച്ചു. അപ്പൊ മഹാനായ റൂമി പറഞ്ഞു, ഇത് അള്ളാഹുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു സമുദ്രം പോലെയാണ്, വിശാലമായി നീണ്ടുകിടക്കുന്ന സമുദ്രം പോലെയാണ്. ആ സമുദ്രത്തിൽ നിന്ന് ആളുകൾക്ക് വെള്ളം കിട്ടുക അവർ കൊണ്ടുപോയ പാത്രം അനുസരിച്ചിട്ടാ. അബൂ യസീദുൽ ബിസ്താമി കൊണ്ടുപോയത് ചെറിയൊരു കോപ്പയാണ്, നബിതങ്ങൾ കൊണ്ടുപോയത് വലിയ ഒരു ബാരലാണ്. അബൂ യസീദുൽ ബിസ്താമിക്ക് ചെറിയൊരു കോപ്പ നിറയെ വെള്ളം കിട്ടുമ്പോ എല്ലാം മനസ്സിലായി, എല്ലാം തികഞ്ഞു, സംതൃപ്തിയായി. നബിതങ്ങൾ കൊണ്ടുപോയത് വലിയൊരു ബാരലാണ്, നബിതങ്ങൾക്ക് എത്ര കിട്ടിയിട്ടും തികഞ്ഞില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ അള്ളാഹുവെ നിന്നെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. എന്നാൽ അബൂ യസീദുൽ ബിസ്താമി കുറച്ച് കിട്ടുമ്പോൾ തന്നെ എല്ലാം മറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ആരാ വലുത്? നബിതങ്ങളാണോ വലുത്? അബൂ യസീദുൽ ബിസ്താമിയാണോ വലുത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ റൂമിയെ അധിക്ഷേപിക്കുന്ന ആളുകളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. അതേപോലെ മൊഹീദ്ദീൻ മാലിൽ തന്നെ നമ്മൾക്ക് കാണാൻ പറ്റും, ഹല്ലാജെ കൊല്ലുന്നാളന്ന് ഞാനുണ്ടെങ്കിൽ. കേട്ടിട്ടില്ലേ? ഹല്ലാജെ കൊല്ലുന്നാളന്ന് ഞാനുണ്ടെങ്കിൽ. ബഹുമാനപ്പെട്ട ഹല്ലാജ് എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ സൂഫി വര്യൻ, അദ്ദേഹം ഇതേപോലെ അനല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ് എന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്തത്? ഹല്ലാജിനെ കൊന്നുകളഞ്ഞു. എന്തുകൊണ്ട്? ആളുകൾക്ക് അത് തിരിച്ചറിയാനുള്ള വിവരമുണ്ടായില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന തബ്രീസ് ശംസി എന്ന് പറയുന്ന റൂമിയുടെ സൂഫിയായ ആത്മീയ നേതാവിനെയും റൂമിയുടെ തന്നെ മകൻ കൊന്നുകളഞ്ഞതാണ്. എന്തുകൊണ്ട്? റൂമിക്ക് 2 മക്കളുണ്ട്. ഒരു മകൻ ഇദ്ദേഹത്തെ തിരിച്ചറിയുകയും രണ്ടാമത്തെ മകൻ ഇദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരികയും ചെയ്തു. റൂമിയുടെ ആത്മീയ ലോകം എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തന്റെ മകൻ തന്റെ ഘാതകന്മാരൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ തബ്രീസ് ശംസിയെ കൊന്നുകളയുന്നുണ്ട്. ഇതേപോലെ ഹല്ലാജെ കൊല്ലുന്നാളന്ന് ഞാനുണ്ടെങ്കിൽ അവർ കൈഫീടിച്ചേനും എന്ന് പറഞ്ഞോവർ. ഹല്ലാജിനെ കൊല്ലുന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തുമായിരുന്നു എന്നാണ് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞത്. മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾക്ക് തിരിഞ്ഞത്, നാട്ടുകാർക്ക് തിരിഞ്ഞില്ല. അപ്പോ അന്നാസു അഅദാഉ മാ ജഹിലൂനാണ്. ജനങ്ങൾക്ക് അറിയാത്തതിന്റെ ശത്രുക്കളാണ് ജനങ്ങൾ, അവർക്കറിയാത്തതിന്റെ ശത്രുക്കളാണ് ജനങ്ങൾ. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ നിഷേധിക്കുന്നതിന് പകരം ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മൾ കാണിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതിപക്ഷ ബഹുമാനം നമ്മൾ കാണിക്കുക. ഈ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്ന ഈ ദിവസം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 2 സന്ദേശങ്ങളാണ് നമ്മൾക്ക് നൽകുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും, എത്ര വലിയ പ്രയാസങ്ങൾ ഉണ്ടായാലും, ആ പ്രയാസത്തിന്റെ തൊട്ടുടനെ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സന്തോഷം അള്ളാഹു നൽകും. അത് തിരിച്ചറിയാനുള്ള കഴിവ്, അത് പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാവണം. 2, ഭൂമിയിലുള്ള ആരും നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും ആകാശത്തുള്ളവൻ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ മക്കയിൽ ജീവിക്കാൻ അനുവദിച്ചില്ല, ത്വായിഫിലും ജീവിക്കാൻ അനുവദിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ മക്കക്കാര് സ്വീകരിക്കാൻ തയ്യാറായില്ല. ആ രാത്രിയാണ് അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോകുന്നത്. ഭൂമിയിലുള്ള ആളുകൾ നിങ്ങൾ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറായില്ലെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങൾ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും നിങ്ങൾക്ക് എന്ത് സ്ഥാനവും തരാൻ തയ്യാറാണ്. പക്ഷെ അള്ളാഹുവിന്റെ കൂടെ നിൽക്കാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ 3ാമത്തെ ആശയം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടി ജീവിക്കണം. നമ്മുടെ വിലപ്പെട്ട സമയം മുഴുവനും ഇൽമിന് വേണ്ടി ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിയണം. ഇൽമില്ലാത്തൊരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖാമിസ എന്ന് പറഞ്ഞാൽ ഇൽമുമായി ബന്ധപ്പെടാത്തൊരു ജീവിതം നിങ്ങളിൽ ഉണ്ടാവരുത്. ഇൽമുമായി ബന്ധപ്പെടാത്തൊരു ജീവിതം നിങ്ങളിൽ ഉണ്ടാവരുത് എന്നാണ് അർത്ഥം. കുൻ ആലിമൻ, ഒന്നുകിൽ നീ വലിയ ആലിമാവുക, അല്ലെങ്കിൽ നീ മുതഅല്ലിം പഠിച്ചുകൊണ്ടേയിരിക്കുക. ഔ മുഹിബ്ബൻ, അല്ലെങ്കിൽ ഇൽമിനെയും ഇൽമിന്റെ സംവിധാനങ്ങളെ നീ സ്നേഹിക്കുക. കയ്യിൽ പൈസ ഉണ്ടോ, പൈസ കൊടുത്ത് സഹായിക്കുക. ആരോഗ്യമുണ്ടോ, ആരോഗ്യം കൊടുത്ത് സഹായിക്കുക. ഔ മുസ്തമിഅൻ, പണ്ഡിതന്മാരെ അനുസരിക്കുക. ഫലാ തകുൻ ഖാമിസ, ഇൽമുമായി ബന്ധമില്ലാത്ത ഒരു സെക്കൻഡ് പോലും നിങ്ങളിൽ ഉണ്ടാവരുത്. ഇൽമുമായി ബന്ധമില്ലാതെ ഒരു ഡ്രൈ ആയ ജീവിതം നിങ്ങൾ നയിക്കരുത്. ഇതൊരു സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്ത്, അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന് നമ്മൾക്ക് നൽകിയ സമ്മാനമാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരണം വരെ പുരുഷന്മാരായ ആളുകൾ
യാത്രക്കാരല്ലാത്ത സമയത്തൊക്കെ, നാട്ടിൽ മുഖീമിങ്ങളായി നിൽക്കുന്ന സമയത്തൊക്കെ ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിൽ തന്നെ പോയി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കുക. വഉമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖൻ. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കുകയും ക്ഷമയോടെ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രതിഫലം കാത്തിരിക്കുകയും ചെയ്താൽ ലാ നസ്അലുക റിസ്ഖൻ, നിങ്ങളോട് ഞാൻ റിസ്ഖ് ചോദിക്കൂല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. റിസ്ഖ് എന്ന് പറഞ്ഞാൽ പൈസ അല്ല മുഅ്മിനീങ്ങളെ. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമല്ല. റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം പെട്ടു, വസ്ത്രം പെട്ടു, വീട് പെട്ടു, ഭാര്യ പെട്ടു, മക്കള് പെട്ടു, വാഹനം പെട്ടു, ജോലി പെട്ടു, ഇതൊക്കെ റിസ്ഖാണ്. നമ്മൾ റിസ്ക് എന്ന് പറയുമ്പോൾ തിന്നുന്ന ഭക്ഷണം അത്ര നമ്മൾക്ക് ഓർമ്മ വരിക. റിസ്ക് എന്ന് പറഞ്ഞാൽ തിന്നുന്ന ഭക്ഷണം മാത്രമല്ല, വസ്ത്രവും മക്കളും സമ്പാദ്യവും ജോലിയും വീടും വാഹനവും ഭാര്യയും മക്കളും ഒക്കെ റിസ്ക്കാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമുള്ളത് തരാൻ എല്ലാം കൊണ്ടും തികഞ്ഞ, എത്ര കൊടുത്താലും തീരാത്ത റബ്ബുണ്ട് എന്ന സന്ദേശം ഈ പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവിൽ നിങ്ങളോടും എന്നോടും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഉസിക്കും ബിദ്ദുആ ജസാക്കുമുല്ലാഹു ഖൈർ. അല്ലാഹു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.